ഇപ്പോഴത്തെ ഈ ഘട്ടത്തിലെങ്കിലും അങ്ങനെയല്ല പാർട്ടി ഇതാ മാറാൻ പോവുകയാണെന്നുള്ളതിന്റെ ഒരു എന്തെങ്കിലും ഒരു സൂചന പോലും ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ലഭിച്ചിട്ടില്ല. ആദ്യം തന്നെയാണ് പറയുന്നത് അങ്ങനെ മാറ്റാൻ പറ്റില്ല. അപ്പൊ ആ മുഷ്കും ആ ഒരു ധാർഷ്ട്യവും ഒക്കെ തന്നെയാണ് തുടരുന്നത്. സൊസൈറ്റി കൺഫ്യൂസ്ഡ് ആണ് എന്നുള്ള സത്യമാണ്. മനുഷ്യരുടെ തീന്മേശകളിൽ അവരിൽ നിന്ന് സംസാരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പാർട്ടി ഒന്നുകിൽ അജ്ഞത നടിക്കുന്നു, അതല്ല എങ്കിൽ മനഃപൂർവ്വം ശ്രീ രാധാകൃഷ്ണൻ നേരത്തെ പറഞ്ഞ ഒരുതരം പൊങ്കോടുകൂടി മറന്നു പോകും. സ്വാഗതം ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ വലിയ പരാജയം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കേറ്റ വലിയ പരാജയം, ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ CPM അവരൊരു 5 ദിവസം നീണ്ട നേതൃയോഗത്തിലൂടെ വിലയിരുത്തി. എന്തുകൊണ്ട് പരാജയപ്പെട്ടു? ഇത്രയും CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പരാജയം എന്തുകൊണ്ടുണ്ടായി എന്ന് 5 ദിവസം ആ പാർട്ടി വിലയിരുത്തി. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് പരാജയമോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ തിരിച്ചടിയോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്രയും സൂക്ഷ്മമായും ഇത്രയും ദീർഘമായും അതിനെക്കുറിച്ച് വിലയിരുത്തുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഒരുപക്ഷെ CPM മാത്രമായിരിക്കും. പല തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷവും നമ്മളിത് കണ്ടിട്ടുണ്ട്. സമാനമായ കാര്യങ്ങളാണ് ഇത്തവണ നടന്നത്. 2 ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നു, പിന്നെ 3 ദിവസം സംസ്ഥാന സമിതി ചേരുന്നു, വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. അതിനുശേഷം ഇന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി വാർത്താസമ്മേളനം നടത്തി അവരുടെ വിലയിരുത്തൽ എന്ത് എന്ന് ജനങ്ങളോട് പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി തോന്നിയത് ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തുറന്ന് പറയുന്നതാണ്. അതുപോലെ പൊതുവിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം പൊതുവായുണ്ടായ വിലയിരുത്തലുകൾ, ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാതെ പോയത്, ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ കഴിയാതെ പോയത്, ന്യൂനപക്ഷ വോട്ടുകൾ പാർട്ടിയിൽ നിന്ന് അകന്നത്, അതുപോലെ ഈഴവ വോട്ടുകളിലുണ്ടായ വിള്ളൽ, ഇത്തരം കാര്യങ്ങളൊക്കെ അവർ തന്നെ അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആ വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ പറഞ്ഞത്. CPMൻ്റെ ഈ വിലയിരുത്തലിനെ കുറിച്ചാണ് ഇൻസൈറ്റ് ഇന്ന് സംസാരിക്കുന്നത്. ഇൻസൈറ്റിൽ ഇന്ന് 2 അതിഥികളുണ്ട്. കേരളത്തിലെ ഏറ്റവും സീനിയറായ ജേർണലിസ്റ്റുകൾ MG രാധാകൃഷ്ണനും ശ്രീ KJ ജേക്കബും. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ശ്രീ MG രാധാകൃഷ്ണൻ, ഇന്നത്തെ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? ഗൗരവമായൊരു വിലയിരുത്തൽ നടന്നു എന്നും അതിനനുസരിച്ചുള്ളൊരു തിരുത്തൽ CPMൻ്റെ ഭാഗത്തു നിന്നും CPMൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തോന്നുന്നുണ്ടോ? രാജീവ്, സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും തോന്നിയില്ല. 2 കാരണങ്ങൾ കൊണ്ടാണ്. ഈ ശ്രീ MV ഗോവിന്ദൻ പറഞ്ഞത്രേ ഉള്ളൂ അവരുടെ ഒരു എന്താ പറയാ ഈ പരാജയത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ എന്നും, അല്ലെങ്കിൽ അതിനുശേഷം ഈ വിലയിരുത്തലിന് ശേഷം അവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് സംബന്ധിച്ച ഒരു സൂചനയും ഒക്കെ നൽകിയത് വെച്ച് നോക്കുമ്പോൾ വാസ്തവത്തിൽ പരാജയത്തിന്റെ എന്താ പറയാ ഒരു ഘനത്തിന് ഒപ്പം ഉള്ള ഒരു ആലോചനയോ ഒരു പ്രയോഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയോ ഒന്നും അവതരിപ്പിച്ചതായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ MV ഗോവിന്ദൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ല. അതിനകത്ത് കുറെ കാര്യങ്ങൾ ഏറ്റു പറഞ്ഞു. പിന്നെ പതിവ് പോലെ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമെന്നും തെറ്റുണ്ടെങ്കിൽ തിരുത്തും എന്നൊക്കെ പറയുന്ന വളരെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്ത ഒരു പ്രതികരണമായിട്ടാണ് തോന്നുന്നത്. അത് ഈ ഇത്രയും വലിയ ചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചടിക്ക് ആനുപാതികമായിട്ടുള്ള ഒരു പ്രതികരണമാണ് എന്ന് എനിക്ക് തോന്നുന്നേയില്ല ഒട്ടും. അത് പറയുമ്പോൾ ഞാൻ 2 കാര്യങ്ങൾ ചോദിക്കാം. ഒന്ന്, ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കാൻ പാർട്ടിക്ക് സാധിച്ചില്ല എന്ന് അവർ തുറന്നു പറയുന്നു. അതിൻ്റെ ഒപ്പം പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് ബാങ്കായ ഈഴവ വിഭാഗത്തിൽ നിന്ന് ചോർച്ചയുണ്ടായി എന്നത് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഈ 2 ഫാക്ടേഴ്സ്, പാർട്ടിയും ജനങ്ങളും തമ്മിൽ അല്ലെങ്കിൽ സർക്കാരും ജനങ്ങളും തമ്മിൽ ഒരു കണക്റ്റ് ഉണ്ടായിരുന്നില്ല എന്ന് തുറന്ന് സമ്മതിക്കുകയല്ലേ ചെയ്യുന്നത്? അത്രയും പോലും പറഞ്ഞില്ലെങ്കിൽ അവർക്ക് സാമാന്യ ബുദ്ധിയുടെ ഒരു അല്പം പോലും ഇല്ലെന്ന് നമുക്ക് ധരിച്ചു പോകും. അതുകൊണ്ട് അത്രയ്ക്കൊക്കെ, കാരണം ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല എന്നൊക്കെ പറയുന്ന ഒരു എന്താ പറയുന്ന ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് അത്രയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്
എന്നാൽ അതിനെന്താണ് അതിനൊരു ഒരു 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 വളരെ വലിയ ഒരു വളരെ കാര്യമായ ഒരു ശ്രമമോ ഒരു ഉൾക്കാഴ്ചയോ അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഏറ്റുപറച്ചിലോ അല്ലെങ്കിൽ ഒരു തിരുത്തൽ വേണ്ട ഒരു തെറ്റോ ഒന്നും ഇല്ല. ഇതിപ്പോ വളരെ ഉപരിപ്ലവമായിട്ടുള്ള ഒരു അവതരണം മാത്രമാണ്. ഇനിയിപ്പോ ഒരു പക്ഷേ പാർട്ടി അതിൽ കൂടുതൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും, അതിൽ കൂടുതൽ വിമർശനം നടന്നിട്ടുണ്ടാവും അവിടെ സമ്മേളന യോഗങ്ങളിൽ എന്നൊക്കെ നമുക്ക് ഊഹിക്കാം. പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും ഇത്ര വലിയ പരാജയത്തിന് ശേഷം ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന പാർട്ടിയുടെ നേതാവ് വാസ്തവത്തിൽ ഇതിനപ്പുറത്ത് ജനങ്ങളോട് തുറന്നു പറയേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. ശ്രീ കെ ജെ ജേക്കബ്, എന്ത് തോന്നുന്നു? ഇത് CPM-നെ സംബന്ധിച്ച് അവർ ഏറ്റവും അധികം പ്രതീക്ഷ വെച്ചിരുന്ന അവരുടെ ഏറ്റവും വലിയ നേതാക്കളെ മത്സരിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ്, അതിലുണ്ടായ വലിയ പരാജയം, അതിനേക്കാൾ പ്രധാനം അവരുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കുകളിൽ ചിലത് നഷ്ടപ്പെടുന്നുവോ എന്ന സൂചന നൽകുന്നൊരു തിരഞ്ഞെടുപ്പ്, അതിനുശേഷം അതിൻ്റെ അനാലിസിസ് വരുമ്പോൾ ഇത്രയും മതിയോ എന്നൊരു ചോദ്യം, അത് യുക്തിസഹമല്ലേ? തീർച്ചയായിട്ടും അവിടെയുള്ള പ്രശ്നം എന്നുള്ളത് CPM-ന്റെ ഒപ്പം നിന്നിരുന്ന ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഒന്ന്, CPM-ന്റെ തന്നെ കോർ വോട്ടർമാർ, അത് ഈഴവ സമുദായം എന്ന് മാത്രമല്ല, CPM-ന് നിരന്തരമായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും രാഷ്ട്രീയത്തിന്റെ ഒപ്പം ഇത്രയും കാലം നിന്ന മനുഷ്യരിൽ കുറേയേറെ പേർ ഇപ്രാവശ്യം CPM-ന് വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് CPM ഈ പത്രസമ്മേളനം നമ്മൾ പ്രതീക്ഷിക്കുക. ഇതിപ്പോ ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ CPM-ന് കിട്ടേണ്ട വോട്ട് കിട്ടിയില്ല എന്ന് പറയാൻ വേണ്ടി നമ്മൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനം വിളിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഏറ്റവും വലിയ ഡിസ്കണക്റ്റുകൾ. അതായത് സർക്കാരും പാർട്ടിയും തമ്മിലൊരു ഡിസ്കണക്ട്, സർക്കാരും ജനങ്ങളും തമ്മിലൊരു ഡിസ്കണക്ട്, പാർട്ടിയും ജനങ്ങളും തമ്മിലൊരു ഡിസ്കണക്ട്. ഇത് ഈ നാട്ടിലെ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ചേർന്ന് നടക്കുന്ന മനുഷ്യർ എത്രയോ കാലം മുമ്പേ പറഞ്ഞതാണ് ഈഴവ വിഭാഗത്തിലേക്ക് BJP നടത്തുന്ന കടന്നുകയറ്റം അത് BDJS-ന്റെ കൂടെ ഉള്ളത് മാത്രമല്ല, അത് ഭക്തി പ്രസ്ഥാനം ആ സമുദായത്തിലൂടെ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ഇത്രയും കാലം നമ്മൾ മറ്റുള്ളവരെ പരീക്ഷിച്ചില്ല, എന്നാൽ പിന്നെ BJP-ക്ക് ഒരു ഓപ്ഷൻ കൊടുത്തുകൂടെ എന്നുള്ള തോന്നല്, CPM-ന്റെ നേതാക്കന്മാരുടെ പെരുമാറ്റത്തോടുള്ള അവരുടെ ഭരണത്തോടുള്ള വെറുപ്പ്, ഇതൊക്കെ ഈഴവ വിഭാഗത്തെ മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ പാർട്ടിക്ക് മനസ്സിലാക്കേണ്ടതായിരുന്നു. അത് ഒന്നുകിൽ ഏറ്റവും താഴെ തട്ടിലുള്ള മനുഷ്യർ അത് മനസ്സിലാക്കിയില്ല എന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഞാൻ എന്റെ പ്രദേശത്തുള്ള CPM നേതാക്കന്മാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്ന ബ്രാഞ്ചും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കറിയാം എന്താ സംഭവിക്കുന്നത്. കാരണം അവർ മനുഷ്യരുമായിട്ട് പെരുമാറുന്ന ആൾ. ഒന്നുകിൽ അവർ മുകളിലേക്ക് അത് പറഞ്ഞില്ല, അതല്ല എങ്കിൽ പറഞ്ഞിട്ടും നേതൃത്വം മനസ്സിലാക്കിയില്ല. നമ്മൾ പ്രതീക്ഷിക്കുക ഇത് എന്തുകൊണ്ട് സംഭവിച്ചു, വോട്ട് കുറഞ്ഞു, ജനങ്ങളുമായി ഡിസ്കണക്ട് ഉണ്ടായി എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് CPM-ന്റെ അഞ്ച് ദിവസത്തെ മീറ്റിംഗിന്റെ ആവശ്യമില്ല. അതിനു പകരം നമുക്ക് വേണ്ടത് എവിടെയാണ് ഈ ഡിസ്കണക്ട് ഉണ്ടായത് എന്ന് കൃത്യമായിട്ട് നമ്മളോട് പറയുന്ന ഒരു പാർട്ടിയാണ്. ഞാനിത് പറയുന്നതിന്റെ അർത്ഥം ഈ വിഭാഗങ്ങളൊക്കെ എന്നേക്കുമായി CPM-നോട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിനോടോ വിട പറഞ്ഞു പോയി എന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. അതിൻ്റെ അകത്ത് ഞാൻ ഇതിനെ കാണുന്നത് കുറെ വോട്ടുകൾ കോൺഗ്രസിന് പോയിട്ടുണ്ട്, UDF-ന് പോയിട്ടുണ്ട്, കുറെ വോട്ടുകൾ BJP-ക്ക് പോയിട്ടുണ്ട്. ഈ വോട്ടുകളൊന്നും തിരിച്ചു വരാത്ത വോട്ടുകളാണെന്ന് ഞാൻ കണക്കാക്കുന്നേ ഇല്ല. പക്ഷെ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഈ BJP-ക്ക് പോയ വോട്ടുകൾ ഒരു കാരണം എന്നുള്ളത് ഇന്ത്യയിൽ അടുത്ത 1000 വർഷത്തേക്ക് ഹിന്ദുത്വമാണെന്നും അതിന് നരേന്ദ്രമോദിയും അമിത്ഷായും കൂടെയാണ് ഈ രാജ്യം അങ്ങോട്ട് ഭരിക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള മലയാളിയുടെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് കേരളത്തിന്റെ മിഡിൽ ക്ലാസിന്റെയെങ്കിലും ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അത് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അത് കേന്ദ്രത്തിൽ 1000 വർഷത്തെ പരിപാടി തലയ്ക്ക് വെളിവുള്ള മനുഷ്യരെ തീർത്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ടെന്റേറ്റീവ് ആയിട്ടുള്ള സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത് എന്നുള്ള ഒരുവിധം മനുഷ്യർക്ക് മനസ്സിലായി. അതുകൊണ്ട് ആ വോട്ടുകൾ തിരിച്ചു വരാവുന്നുള്ളൂ. പക്ഷെ അത് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ CPM ചില മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കും. അവർക്ക് CPM-ലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആ പാർട്ടിയെ കുറിച്ച് ചില ധാരണകളുണ്ട്. ആ ധാരണകൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിൽ തിരിച്ചു പോകാവുന്നത്ര CPM തിരിച്ചു പോകേണ്ടി വരികയും ചെയ്യും. അതാണ് തിരുത്തൽ എന്ന രൂപത്തിൽ CPM ചെയ്യേണ്ടിയിരിക്കുക. ആ തിരുത്തലാണ്, അതായത് ഞങ്ങൾ അവസാനം ജനങ്ങളോട് തിരുത്തിക്കൊള്ളാം എന്നുള്ളതല്ല പറയേണ്ടത്. ജനങ്ങളോട് പറയേണ്ടത് ഞങ്ങൾ നിങ്ങളുടെ കൺസേൺസ് മനസ്സിലാക്കുന്നു,
ഇന്ന കൺസേൺസ് ആണ് നിങ്ങൾക്കുള്ളത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, അത് ഞങ്ങൾ തിരുത്തും എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM പറയേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടുള്ള സമയത്ത് അത് CPM പറയുമെന്നുള്ളത് തന്നെയാണ്. കാരണം ഇപ്പോഴും CPM സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഇരിക്കുന്ന മനുഷ്യർ ആരുടെങ്കിലും പിന്നെ ആർക്കെങ്കിലും ഒരു പാരിതോഷികമായിട്ട് കിട്ടിയ സ്ഥാനങ്ങളല്ല അവിടെയൊക്കെ ഇരിക്കുന്ന മനുഷ്യർ അവരുടെയൊക്കെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് വന്ന ആളുകളാണ്. അവർ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിൽ നമുക്ക് പോരായ്മ തോന്നുന്നുണ്ടെങ്കിലും അതിന്റെ അകത്ത് ചർച്ചകൾ നടന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജനങ്ങളിൽ നിന്ന് അകന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു തരത്തിലുള്ള എക്സിസ്റ്റൻസും ഇല്ല. അതുകൊണ്ട് തന്നെ ആ പാർട്ടി അതിനാവശ്യമായിട്ടുള്ള തരത്തിലുകൾ ഇതിന് കൂടുതൽ എനിക്ക് എന്റെ തോന്നൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ വിലയിരുത്തലുള്ള ആ പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മുമ്പിലുണ്ട്. അതിൽ അദ്ദേഹം പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. കൂടുതൽ കാര്യങ്ങൾ പറയണം, അതിൽ കൂടുതൽ കാര്യങ്ങൾ ആ പാർട്ടി ചെയ്യേണ്ടതുണ്ട്. അതിന് തർക്കമില്ല. അതിനർത്ഥം ഇത് മൊത്തത്തിൽ CPM ഒലിച്ചു പോയി എന്നുള്ള ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും സാധാരണക്കാരായ CPM പ്രവർത്തകർ അവരോട് സംസാരിക്കുമ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ വലിയ നിരാശയുണ്ട് അവർക്ക്. അതിന്റെ അർത്ഥം ഇതിൻ്റെ അകത്ത് എല്ലാം പോയി എന്നുള്ളതല്ല, അവർക്ക് തിരിച്ചു വരാമെന്നുണ്ട്. പക്ഷെ നേതൃത്വം വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നടത്തുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. ഇതിന്റെ അപ്പുറത്തേക്ക് പോകുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. ഇതുകൊണ്ട് ഇന്നിപ്പോ കേട്ടതുകൊണ്ട് അതിന്റെ അകത്ത് വളരെ സ്റ്റേറ്റിംഗ് ദ ഓബ്വിയസ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ നടക്കും എന്നുള്ള തോന്നൽ എനിക്കുണ്ട്. റൈറ്റ്. ശ്രീ MG രാധാകൃഷ്ണൻ അത് പറയുമ്പോൾ ഈ തിരുത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് സംസ്ഥാനത്തെ രാഷ്ട്രീയം പരിശോധിച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയം പരിശോധിച്ച് കഴിഞ്ഞാൽ, CPM രാഷ്ട്രീയം പരിശോധിച്ച് കഴിഞ്ഞാൽ, സർക്കാരിന് നേതൃത്വം നൽകുന്നവർ പാർട്ടിയെ കൂടെ നിയന്ത്രണത്തിലാക്കുക എന്ന് പറയുന്നൊരു സംവിധാനത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. സർക്കാരിൻ്റെ നേതൃത്വം തന്നെയാണ് പാർട്ടിയെ നയിക്കുന്നത്. നേരെ തിരിച്ചാണ് സാധാരണ സംഭവിക്കാതെ പാർട്ടി നേതൃത്വം തീരുമാനിക്കുകയും അത് സർക്കാർ വഴി നടപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന രീതി. അത് മാറി രീതിയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് MV ഗോവിന്ദൻ പറയുന്നു സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ മുൻഗണന എന്ത് എന്ന് പാർട്ടി തീരുമാനിക്കും. അത് 1 മാസത്തിനകം ചേരുന്ന സംസ്ഥാന സമിതി അത് തീരുമാനിക്കും. ആ മുൻഗണന അനുസരിച്ചായിരിക്കും ഇനി സർക്കാർ പ്രവർത്തിക്കുക. പെരുമാറ്റ രീതിയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നേതാക്കളാണെങ്കിലും പ്രവർത്തകരാണെങ്കിലും അത് തിരുത്തുക തന്നെ ചെയ്യും എന്ന് MV ഗോവിന്ദൻ പറയുന്നുണ്ട്. ഈ ഒബ്വിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ചില സൂചനകളെങ്കിലും MV ഗോവിന്ദൻ്റെ വാക്കുകളിലുണ്ട്. സംസ്ഥാന കമ്മിറ്റിയിൽ ഗൗരവമുള്ള ചർച്ചകൾ നടന്നിരുന്നു. അത് ഒരുപക്ഷെ മാധ്യമങ്ങളോട് പൂർണ്ണമായി പറയാൻ കഴിയില്ല. പക്ഷേ അതിൻ്റെ ചില സൂചനകളെങ്കിലും അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? വളരെ ചുരുക്കമായിട്ട് അങ്ങനെ ചില സൂചനകളുണ്ട്, അത് സംശയമില്ല. അത്രയൊക്കെ ചെയ്യാമെന്നും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തുന്ന ഏത് തരത്തിലും തെറ്റുകൾക്കും തിരുത്താൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞത് ഒരു സൂചനയാണ്. പക്ഷെ എന്റെ അഭിപ്രായത്തില് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ഒരു തിരിച്ചടി ഇതൊരു സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് വിധിയായിട്ടോ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയായിട്ടോ മാത്രമല്ല കാണേണ്ടത്. ഇത് ഇടതുപക്ഷത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ കാലഘട്ടത്തോട് അതെങ്ങനെയൊക്കെയാണ് അത് പ്രതികരിക്കുന്നത്, എങ്ങനെയാണ് ഈ പുതിയ കാലത്തോടും ആ കാലത്തിന്റെ മാറ്റങ്ങളോടും എങ്ങനെയാണ് അത് എൻഗേജ് ചെയ്യേണ്ടത് എന്നൊക്കെ സംബന്ധിച്ച ചില വളരെ പ്രധാനപ്പെട്ട ചില സൂചനകൾ തരുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ്. അപ്പൊ അതൊരു എലക്ഷൻ തോൽവി മാത്രമല്ല. അപ്പൊ തീർച്ചയായിട്ടും അതിന് ആദ്യം ചെയ്യേണ്ടത് അഥവാ അങ്ങനെ തിരുത്താൻ തയ്യാറാണെങ്കിൽ ആ തിരുത്തുകൾ സംബന്ധിച്ച് ഏറ്റവും വളരെ മൗലികമായിട്ടുള്ള തിരുത്തുകൾ സംബന്ധിച്ച് ഞങ്ങൾ ഇതൊക്കെ ചെയ്യാൻ പോകുന്നു എന്ന് ജനങ്ങളോട് പ്രഖ്യാപിക്കുകയാണ് അതിന്റെ ആദ്യത്തെ പടി. അപ്പൊ അതിനിയും ഭാവിയിൽ വന്നോളും നടന്നോളും എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ സംഭവിച്ചേക്കാം, ഒന്നുമില്ലെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെയൊക്കെ. പക്ഷേ അതിന്റെ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഇന്ന് MV ഗോവിന്ദൻ ഞങ്ങൾ മാറാൻ പോവുകയാണ്, ഞങ്ങൾ ചില അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്താൻ പോവുകയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പറച്ചിലാണ് ആവശ്യം, ഒരു സംഭാഷണമാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് അക്കമിട്ട് പറയുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. കാരണം ഇത്രയും വലിയ ഇതിന് ശേഷമുള്ള ഒരു പ്രതികരണമാണ്. 5 ദിവസം ആലോചിച്ചു, കമ്മിറ്റി, സെക്രട്ടേറിയറ്റ് ഇവരെല്ലാവരും ചേർന്ന് ഒക്കെ ആലോചിക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ഈ എല്ലാ തെറ്റുകളും തീർത്തും ഇതൊക്കെ എപ്പോഴും പറയാവുന്ന കാര്യങ്ങളാണ്, എന്നും പറയാവുന്നത്. ഇപ്പൊ പാർട്ടിയാണ് ഇനി മുൻഗണന നിശ്ചയിക്കാൻ പോകുന്നത് എന്ന് പറയുന്നതിൽ പോലും ഒരു പരിമിതമായിട്ടുള്ള ഒരു സാധ്യത അല്ലാതെ കാണുന്നില്ല. കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അഥവാ ഇനിയിപ്പം അഥവാ അവിടെ ആലോചനകൾ നടന്നിട്ടില്ല എന്ന് ജേക്കബ് പറഞ്ഞ പോലെ എനിക്കും തോന്നുന്നു അങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കാണും. പക്ഷെ അത് ആദ്യം ചെയ്യേണ്ടിയിരുന്നത് MV ഗോവിന്ദൻ തന്നെ അത് വിശദമായി സമഗ്രമായി ഒരു കാര്യമായ തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ
ഒരു സൂചന തരികയാണ്. അങ്ങനെ ഒരു സൂചന അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ കിട്ടുന്നില്ല. സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പിലും പറയുന്ന പോലെയുള്ള തെറ്റ് പരാജയം സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഇതല്ല. നമ്മൾ അതിനപ്പുറമാണ് ഈ പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് പറയുമ്പോഴേ ഇപ്പോൾ പാർട്ടിയിലെ തെറ്റിരുത്തൽ എന്ന് പറയുമ്പോൾ തെറ്റിരുത്തലിന് വേണ്ടിയിട്ടൊരു പ്ലീനം കേരളത്തിൽ നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം തന്നെ തെറ്റിരുത്തലിന് ഒരു രേഖ പാർട്ടിയിൽ തയ്യാറാക്കുകയും അത് താഴെത്തലങ്ങളിലേക്ക് കൈമാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള തെറ്റിരുത്തൽ നടപടികളെക്കുറിച്ച് നമ്മൾ CPM-ൽ പല കാലങ്ങളിലായി കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ പറയലും ഒരു പറച്ചിൽ മാത്രമായി അവസാനിപ്പിക്കുകയും ഈ പറഞ്ഞ പോലെ 3-4 മേഖലാ യോഗങ്ങൾ സംഘടിപ്പിക്കുക, അതിൽ ദേശീയ നേതാക്കൾ പങ്കെടുക്കുക, പിന്നെ താഴെത്തട്ടിൽ കുറേ യോഗങ്ങൾ സംഘടിപ്പിക്കുക, ഇതൊക്കെയായിട്ട് തീരും എന്നൊരു സാമ്പ്രദായിക മട്ട് എപ്പോഴും ഉണ്ട്. അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം നേരത്തെ രാജീവ് പറഞ്ഞ പോലെ പാർട്ടി ഒരു പ്ലീനം നടത്താൻ പോവുകയാണ്, അല്ലെങ്കിൽ അതിനൊരു റെക്ടിഫിക്കേഷൻ ക്യാമ്പയിൻ ചെയ്യാൻ പോവാണ്, അതിനൊരു രേഖ വരാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞാലെങ്കിലും അതിനൊരു ബലമുള്ള ഒരു തീരുമാനത്തിന്റെ മട്ടെങ്കിലും ഉണ്ടാവും. ഇത് പാർട്ടി കൂട്ടായ്മകൾ വിളിച്ചു കൂട്ടുന്നു, അതിൽ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും പങ്കെടുക്കുന്നു. എന്തൊരു പരിഹാസ്യമാണ്! ഇങ്ങനെ ഒരു കാര്യമാണോ ഇന്നത്തെ ഈ ഒരു വലിയ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ പറയേണ്ട കാര്യങ്ങൾ? എത്രയോ വലിയ സമഗ്രമായിട്ടുള്ള മൗലികമായിട്ടുള്ള പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള ആലോചനകളുടെ സമയമാണിപ്പോൾ. അത് ചെയ്യുന്നതിന് പകരം ഇങ്ങനെയുള്ള നേരത്തെ പറഞ്ഞ പോലെ വളരെ വളരെ ഒരല്പം പോലും ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യം പോലും അദ്ദേഹം പറഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും. ഈ ശൈലി മാറ്റണം എന്ന് പറഞ്ഞതിനോട് പോലും ശൈലി മാറ്റണമെങ്കിൽ മാറ്റും എന്ന് ഇന്ന് ചെറിയ പരോക്ഷമായിട്ട് പറയുന്നതിനിടയ്ക്ക് പോലും അത് മാറ്റാൻ പറ്റില്ല എന്നുള്ള 2019 പിണറായി വിജയൻ പറഞ്ഞ ഏതാണ്ട് ആ മട്ടിൽ തന്നെയാണ്. എന്താണ് മാറ്റേണ്ടത്? ഞങ്ങൾ 2019 തോറ്റിട്ട് 2021 ജയിച്ചതല്ലേ എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ ഒരു ബുദ്ധിശൂന്യമായിട്ടുള്ള ഒരു നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും ശൈലി മാറ്റാൻ പോലും അതുപോലും ഒരു എല്ലാവരുടെയും തെറ്റുകൾ തിരുത്തിക്കോളാം എന്നൊക്കെ അദ്ദേഹം പിന്നെ സൂചിപ്പിച്ചെങ്കിലും ആദ്യം തന്നെയാണ് പറയുന്നത് അങ്ങനെ മാറ്റാൻ പറ്റില്ല. അപ്പൊ ആ മുഷ്കും ആ ഒരു ധാർഷ്ട്യവും ഒക്കെ തന്നെയാണ് തുടരുന്നത്. ഇപ്പോഴത്തെ ഈ ഘട്ടത്തിലെങ്കിലും അങ്ങനെയല്ല പാർട്ടി മാറാൻ പോവുകയാണെന്നുള്ളതിന്റെ എന്തെങ്കിലും ഒരു സൂചന പോലും ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ലഭിച്ചിട്ടില്ല MV ഗോവിന്ദന്റെ. ഇനി അഥവാ അവിടെ നടന്നിട്ട് പറയാത്തതാണെങ്കിൽ അതൊരു വലിയ തെറ്റാണെന്നാണ് പറയുന്നത്. കാരണം ജനങ്ങളുടെ മുമ്പിൽ ഇന്ന് തുറന്ന് പറയേണ്ടത് ഒരു വലിയ മാറ്റത്തിന്റെ സൂചനകളുടെ ഇതാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറയുകയായിരുന്നു വേണ്ടിയിരുന്നെന്നാണ് എൻ്റെ പക്ഷം. ശ്രീ KJ ജേക്കബ്, മറ്റു ചില കാര്യങ്ങൾ വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ സൂചിപ്പിച്ചത്, അദ്ദേഹം വളരെ പ്രധാനമായി പറഞ്ഞത് BJP ഒരു സീറ്റിൽ ജയിച്ചു എന്നുള്ളത് വളരെ അപകടകരമായൊരു പ്രവണതയുടെ തുടക്കമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. BJP-യിലേക്ക് വോട്ടുകൾ പോയത്, ഇഴവ് വോട്ടുകൾ പോയത്, ക്രിസ്ത്യൻ വോട്ടുകൾ പോയത്, ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നു. അതായത് ഈ പ്രശ്നം മുൻകാലത്തില്ലാത്ത വിധം അല്ലെങ്കിൽ മുൻകാലത്ത് മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ പ്രകടമായി കേരളീയ സമൂഹത്തിലുണ്ട് എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. ഇതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതൊരു വലിയ പ്രശ്നവുമാണ്. അങ്ങനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ പോലും വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകൾ നടത്തുന്ന വളരെ വർഗീയ വിഷലിപ്തമായ പ്രസ്താവനകളെ അടച്ചു തള്ളിപ്പറയാൻ MV ഗോവിന്ദൻ തയ്യാറാകുന്നുമില്ല. അപ്പോൾ ഇതിലെങ്ങനെ എൻഗേജ് ചെയ്യും എന്നുള്ളൊരു ആശയക്കുഴപ്പം CPM-നുണ്ടോ? CPM-ൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകേണ്ട ആവശ്യമില്ല. നമ്മുടെ സൊസൈറ്റി കൺഫ്യൂസ്ഡ് ആണ് എന്നുള്ള സത്യമാണ്. അതിനകത്ത് അടിസ്ഥാനപരമായി ഇടതുപക്ഷ ആശയങ്ങൾ കെട്ടിപ്പടുക്കപ്പെട്ട ഒരു സൊസൈറ്റിയിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ നമ്മൾ കാണുന്ന, ലോകം മുഴുവൻ കാണുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിന് കിട്ടുന്ന പ്രാമുഖ്യം, ഇന്ത്യയിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിന് കിട്ടിക്കൊണ്ടിരുന്ന പ്രാമുഖ്യം, ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ടോ എന്നുള്ളത് ശരിയാണ്. അപ്പം സാധാരണഗതിയിൽ പറയുക, when you have confusion, go back to the basics. ഞാൻ കണക്കാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ അടിസ്ഥാനങ്ങളിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങൾക്ക് അന്യമായിട്ടുള്ള കാര്യങ്ങളല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആലോചിക്കേണ്ടത്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ചെറുപ്പക്കാരെ 18-നും 25-നും വയസ്സുള്ള ഇടയ്ക്ക് പ്രായമുള്ള 10% വോട്ട് ഇപ്പൊ പുതുതായി ഓരോ വർഷവും ചേർക്കപ്പെടുന്നുണ്ട്. 5-നും 10-നും ഇടയ്ക്ക് ശതമാനത്തിലേക്ക്. ഈ മനുഷ്യരടക്കം ഇവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഈ പാർട്ടി മാറേണ്ടതുണ്ട് എന്നുള്ളത് ഒന്നാണ്. രണ്ടാമത്തെ കാര്യം, പല കാര്യങ്ങളും ഈ സാധാരണക്കാരായ മനുഷ്യരുടെ അവരെ മതിക്കുന്ന പല പ്രശ്നങ്ങളും പാർട്ടി കാണാതെ പോകും, അതല്ലെങ്കിൽ ലൈറ്റായിട്ട് എടുക്കുന്നു.
വളരെയധികം റെപ്പർക്കഷനുള്ള മനുഷ്യരുടെ തീന്മേശകളിൽ അവരിന്ന് സംസാരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പാർട്ടി ഒന്നുകിൽ അജ്ഞത നടിക്കുന്നു, അതല്ല എങ്കിൽ മനഃപൂർവ്വം ശ്രീ രാധാകൃഷ്ണൻ നേരത്തെ പറഞ്ഞ ഒരുതരം പൊങ്കോടുകൂടി മറന്നു പോകും. ഞാനത് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ അത് ഐ നീഡ് ടു ബി വെരി എക്സ്പ്ലിസിറ്റ് അബൌട്ട് ഇറ്റ്. ഞാൻ ഈ കരുവന്നൂർ കേസിനെ കുറിച്ച് ഒന്ന് പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത് ആദ്യത്തെ ഒരു വർഷം കേരളത്തിലെ പോലീസ് കാര്യമായിട്ട് ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് പിണറായി വിജയൻ അത് അറിയത്തില്ലാത്തതല്ല. കേരളത്തിലെ സഹകരണ ബാങ്കുകൾ, സഹകരണ പ്രസ്ഥാനം നമ്മുടെ സമൂഹത്തിൽ എത്ര പ്രധാനപ്പെട്ടതാണ്, ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് അറിയാത്ത ആളല്ല മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രിയായിരുന്ന ആൾ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് ആദ്യമായിട്ട് ഈ രേഖകൾ, ഈ വ്യാജ രേഖകൾ ഉണ്ടാക്കി മനുഷ്യർക്ക് ലോണുകൾ കൊടുത്തു എന്ന് പറയുന്ന ആരോപണം നേരിടും. ആ വ്യാജ രേഖകൾ പിടിക്കാൻ പറ്റാത്ത പോലീസ്, അതിന്റെ അർത്ഥം ആ കേസ് ഇട്ട് തല്ലാൻ പാർട്ടി തീരുമാനിച്ചിരുന്നു എന്നല്ലേ? ഒരു സാധാരണ മനുഷ്യൻ എത്തിപ്പെടുന്നത്, ഞാൻ എത്തിപ്പെടുന്ന തീരുമാനം അതാണ്. ഞാൻ എത്തിപ്പെടുന്നത് ഇത്രയും വലിയൊരു കൊള്ള നടന്നു കഴിഞ്ഞപ്പോൾ, ഇത്രയും വലിയ ചതി നടന്നു കഴിഞ്ഞപ്പം ആ കേസിന്റെ അടിയിലേക്ക് പോകാൻ വേണ്ടി ആ പാർട്ടിക്ക് താല്പര്യമില്ലാതിരുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ നാട്ടിൽ എന്തുമാത്രം മനുഷ്യരെ ബുദ്ധിമുട്ടിച്ചെന്ന് ആലോചിച്ച് നോക്കി. ഈ സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന, അപ്പൊ അത് ഈ CPM നേതൃത്വം കൊടുക്കുന്ന സർക്കാരിന് ആ കാര്യത്തിൽ ഒരു താല്പര്യമില്ലായിരുന്നു എന്ന് മനുഷ്യർ ചിന്തിച്ച്, ഞാനിപ്പോ അങ്ങനെ ചിന്തിക്കുന്നു. എന്നെ പോലുള്ള മനുഷ്യർ അങ്ങനെ ചിന്തിക്കും. അപ്പം അവർ ആദ്യത്തെ പ്രാവശ്യം വോട്ട് ചെയ്യാൻ വേണ്ടി ചെന്ന് കഴിയുമ്പോൾ അത് അവരുടെ മനസ്സിലുണ്ട്. ഞാൻ പറഞ്ഞ ഗവൺമെന്റിന്റെ ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിയത്തില്ലാത്ത കാര്യമാണോ ഇത് നമ്മുടെ സമൂഹ ജീവിതത്തെ ഭീകരമായിട്ട് ബാധിക്കുമെന്നും. അതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ നേരെ വന്ന ആരോപണം. ആ ആരോപണം വളരെ സോളിഡായിട്ട് അവിടെ കിടക്കുകയാണ്. അവർക്ക് ഒരു മറുപടിയും പറയേണ്ടയില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതിന്റെ ഒക്കെ മീതെ ഇത് നിൽക്കും. അത് അവർ പണം വാങ്ങി സേവനം കൊടുത്തിട്ടില്ല എന്നുള്ള ആരോപണം, ഞാൻ ഈ മത്തിൽ കൊഴുനാടൻ ഉന്നയിക്കുന്ന യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. വളരെ സോളിഡായിട്ട് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി എഴുതി അവിടെ ഇട്ടിരിക്കുന്ന ആരോപണം. ആ ആരോപണത്തിന് അവർക്ക് മറുപടി പറയേണ്ടതില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കത് അൺആക്സെപ്റ്റബിൾ ആണ്. അത് അവർ അംഗീകരിക്കില്ല. ഈ കാര്യം മനുഷ്യരോട് തുറന്നു പറയാതെ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുക? എന്ത് ധാർമ്മിക ഉത്തരവാദിത്തമായിരിക്കും പാർട്ടിക്ക് ഉണ്ടാവുക? അപ്പൊ നമ്മൾ ഈ നേരത്തെ പറഞ്ഞത് സോപ്പ് വർത്തമാനങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. വളരെ സോളിഡായിട്ട് CPM രാഷ്ട്രീയത്തെക്കുറിച്ചും അതിന്റെ സാധാരണഗതിയിൽ അത് പാലിക്കും എന്ന് നമ്മൾ കരുതുന്ന മൂല്യങ്ങളെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള സീരിയസ് ആയിട്ടുള്ള നടപടികൾ, ഞാൻ പറയുന്നത് ഏതെങ്കിലും താഴെ തരത്തിലുള്ള ഒന്നോ രണ്ടോ മനുഷ്യർ ഇടപെടുന്ന സാധാരണ മാധ്യമങ്ങൾ പൊട്ടിഘോഷിക്കുന്ന കാര്യങ്ങൾ കുറ്റമില്ല. ജേക്കബ്, അവിടെ ഇന്ന് ഈ മുഖ്യമന്ത്രിയുടെ കാര്യം ചോദിക്കുമ്പോൾ MV ഗോവിന്ദൻ പറയുന്നൊരു മറുപടിയുണ്ട്. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമങ്ങളുണ്ടായി, മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായയെ നശിപ്പിക്കാൻ ശ്രമങ്ങളുണ്ടായി, അത് ജനങ്ങളെ സ്വാധീനിച്ചു. അതായത് ആ പ്രതിച്ഛായ തകർക്കാൻ നടത്തിയ ശ്രമങ്ങൾ ജനങ്ങളെ സ്വാധീനിച്ചു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രതിച്ഛായ തകർക്കാൻ ശ്രമങ്ങൾ ഉണ്ടായാൽ അതെന്തുകൊണ്ട് ഈ ശ്രമം, ഇതിൻ്റെ വസ്തുത എന്താണ് എന്ന് വിശദീകരിക്കേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ടല്ലോ എന്നൊരു മറുചോദ്യം ഉണ്ടായില്ല. പക്ഷെ അത് അങ്ങനെ ചിന്തിക്കേണ്ടതല്ലേ പാർട്ടിയും സംവിധാനവും? രാജ്യമത് തെറ്റായിട്ടുള്ള വ്യാഖ്യാനമാണ്. അതാണ് ഞാൻ എന്റെ റെഗുലറായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത്തരം എനിക്കറിയാവുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരോട് ഞാൻ പറയാറുണ്ട്. അതായത് ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് മുഖ്യമന്ത്രി പറയുന്നത് ശരിയാണ്. ജനങ്ങളെല്ലാം കാണുന്നുണ്ടോ എന്ന് മുഖ്യമന്ത്രി പറയുന്നത് അത്രയധികം ശരിയാണ്. അവർ എത്ര വലിയ ആക്രമണമാണ് മുഖ്യമന്ത്രിക്കെതിരെ സ്വർണ്ണക്കടത്ത് കേസുമായിട്ടുണ്ടായത്? എത്ര വലിയ ആക്രമണം! തെരഞ്ഞെടുപ്പിന് 2020 തുടങ്ങി 2021 വരെ മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രി ഓഫീസിനെതിരെയും എത്ര വലിയ ആക്രമണമാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് ജനങ്ങൾ അത് വിശ്വസിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ഇത് വിശ്വസിക്കുന്നത്? ഇത് എന്തുകൊണ്ട് ജനങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട കാര്യം. സ്വർണ്ണക്കടത്ത് പോലെയുള്ള ഒരു കേസ്, ഇതിനകത്ത് എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. ഞാനൊരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഇതിന്റെ രണ്ടിന്റെയും രേഖകൾ പരിശോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ സ്വർണ്ണക്കടത്ത് കേസ് എന്നുള്ളത് അസംബന്ധമാണെന്നുള്ളത് എനിക്ക് നല്ല ധാരണയുണ്ട്. കേരളത്തിലെ എന്നെ പോലെ രേഖകൾ പരിശോധിക്കാൻ അവസരമില്ലാത്ത മനുഷ്യർക്ക് അത് ധാരണയുണ്ട്. കാരണം ഇത് മനുഷ്യർ പറയുന്ന കേട്ടാൽ അവർക്ക് മനസ്സിലാവും ഇതിനകത്ത് എത്രത്തോളം സത്യമുണ്ട്, ഇതിന്റെ എത്രത്തോളം നുണയുണ്ട് എന്നുള്ള കാര്യം. അതേ മനുഷ്യർ ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആക്രമണത്തിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ അവർ പറഞ്ഞപ്പം ഇതേ ജനങ്ങൾ സമ്മതിക്കുകയും ഈ ആരോപണം വരുമ്പോൾ ഈ പ്രതിച്ഛായ തകരുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നം ജനങ്ങളുടെ ഭാഗത്തല്ല, മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും ഭാഗത്താണ് എന്ന് മുഖ്യമന്ത്രിയും പാർട്ടിയും മനസ്സിലാക്കണം. അത് മുഖ്യമന്ത്രിയുടെ മകളുടെ
പബ്ലിക് റിലേഷൻസ് ഓഫീസ് അല്ല CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്. അവർക്കെതിരെ ഒരു ആരോപണം വന്നാൽ അതിന് മറുപടി പറയേണ്ടത് അവരാണ്. അവർ പറയുന്നില്ല. ആ 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാട് സുതാര്യമാണ് എന്ന് പറയേണ്ടത് അവരാണ്, അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റോ അല്ല. അവരത് പറയുമ്പോൾ മനുഷ്യർക്ക് പല സംശയങ്ങൾ തോന്നും. ഇത് ഞങ്ങൾ വ്യാഖ്യാനിക്കേണ്ടതില്ല, ഇത് ഞങ്ങൾ വിശദീകരിക്കേണ്ടതില്ല എന്ന് അവർ തീരുമാനിച്ചാൽ ജനങ്ങൾക്കത് അസ്വീകാര്യമായി വന്നു. എനിക്കത് അസ്വീകാര്യമാണ്, എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല. ആ 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടുകളെ കുറിച്ച് പറയേണ്ടത് ആ 2 കമ്പനികളാണ്, അതല്ലാതെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്നെ പോലെ സാധാരണ കേരളത്തിൽ ഒരു സാധാരണ മനുഷ്യനാണ്, വോട്ടറാണ് ഞാനും. അത് മനുഷ്യർക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് വരും. ഇത്തരം കാര്യങ്ങളെ കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കരുത്. ഇതിന്റെ അകത്ത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് മനുഷ്യരോട് വിശദീകരിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടാണ്. അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത്തരം ഒരു നിലപാടുമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മനുഷ്യരുടെ അടുത്തേക്ക് പോകാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. ഇത് ഈ കാര്യങ്ങളിൽ ക്ലീനപ്പ് ചെയ്യാതെ, ഇത്തരം കാര്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളോട് കൃത്യമായിട്ട് പറയാതെ എന്തൊക്കെ, അതുകൊണ്ടാണ് മനുഷ്യർ വിശ്വസിക്കുന്നത്. ഈ സ്വർണ്ണക്കടത്ത് കേസ് വിശ്വസിക്കാത്ത മനുഷ്യര് ഈ കേസ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇവരാലോചിക്കണ്ടേ? ഇവരാലോചിച്ചേ പറ്റൂ. എന്തുകൊണ്ടാണ് ഇത് മനുഷ്യർ വിശ്വസിക്കുന്നില്ല എന്നുള്ള കാര്യം ഇവരാലോചിച്ചേ പറ്റൂ. അതിൽ കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് ജനങ്ങൾ പഴയ 2021 വോട്ട് ചെയ്തത് അതേ മനുഷ്യർ തന്നെയാണ് 2024 വോട്ട് ചെയ്തത്. അന്ന് ഇതേ ആരോപണം കേരളത്തിലെ മാധ്യമങ്ങൾ പ്രചണ്ഡമായിട്ട് നടത്തിയ, എല്ലാ ദിവസവും എന്നോണം നടത്തിക്കൊണ്ടിരുന്ന ആരോപണങ്ങൾക്ക് പുല്ലുവില കൊടുത്ത മനുഷ്യർ ഇപ്പം ഈ ആരോപണങ്ങളിൽ എന്തെങ്കിലും അതിൽ കഴമ്പുണ്ട് എന്ന് കണക്കാക്കുന്നുണ്ട് എങ്കിൽ ജനങ്ങൾക്ക് തെറ്റി എന്നുള്ളതല്ല, ഞങ്ങൾക്ക് തെറ്റി എന്നുള്ളത് മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മനസ്സിലാക്കും. റൈറ്റ്. ശ്രീ രാധാകൃഷ്ണൻ, ഇപ്പം ഈ പറഞ്ഞതുപോലെ ഗൗരവമുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ പലതായിട്ടുണ്ട്. അത് കരുവന്നൂർ മുതൽ കണ്ണൂരിൽ തുടർച്ചയായി പൊട്ടിക്കൊണ്ടിരിക്കുന്ന ബോംബുകൾ വരെ, പിന്നെ ഇപ്പോൾ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ അലിഗേഷൻ വരെ, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളിലുള്ള തിരുത്ത് അത് പാർട്ടി സംവിധാനം നേരിട്ട് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത്തരം തിരുത്തുകൾ ഉണ്ടായാൽ മാത്രമേ വിശ്വാസ്യത തിരിച്ചുപിടിക്കാൻ കഴിയൂ എന്നുള്ള തോന്നലിലേക്കാണോ, അതോ ഈ ക്ഷേമപ്രവർത്തനങ്ങൾ മുടങ്ങിപ്പോയത് വലിയ തിരിച്ചടിയായി, അതുകൊണ്ട് അതൊക്കെ ക്രമപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഉള്ള പ്രതിസന്ധിയെ മറികടക്കാം എന്ന സൂത്രവാക്യത്തിലേക്കാണോ? എന്തിലേക്കായിരിക്കും വളരെ എളുപ്പത്തിൽ ഇവർ പോകാൻ സാധ്യത? വാസ്തവത്തിൽ ഇതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. ഈ പറഞ്ഞ പോലെ ക്ഷേമ പദ്ധതികളുടെ പ്രശ്നം തീർച്ചയായിട്ടും ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അത് മുടങ്ങി എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അഥവാ അതിനെയും നൽകിയിരുന്നെങ്കിൽ പോലും ഇതിൽ നിന്ന് വ്യത്യസ്തമാകുമോ വിധി എന്നുള്ളതിനെ കുറിച്ച് എനിക്കിപ്പോൾ സംശയമാണ്. കാരണം ഈ സമീപകാലത്ത് ഈ പ്രതാപ് ഭാനു മേത്ത എന്ന് പറയുന്ന കോളമിസ്റ്റ് എഴുതിയ ഒരു ലേഖനമുണ്ട്. അദ്ദേഹം അതിനകത്ത് പറയുന്നത് ഈ വെൽഫെയർ സിസ്റ്റം, അതായത് ഒരു ഭരണകൂടം ഇങ്ങനെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നാൽ ആ ക്ഷേമ പ്രവർത്തനങ്ങൾ വളരെ വിജയകരമായി നടത്തിയാൽ പോലും ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ആ ക്ഷേമ പദ്ധതികൾ തന്നെ ഈ ഭരണകൂടത്തിന്റെ മുമ്പിൽ ഒരു തടസ്സമായിട്ട് വരും. കാരണം ജനം അപ്പോഴേക്കും അടുത്ത സാധ്യത ഇനി എന്താ, വാട്ട് നെക്സ്റ്റ് എന്നുള്ളതിലായിരിക്കും അവർ. കാരണം ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്നതോടുകൂടി അവരെന്താണ് ഇനി അടുത്തത് എന്നുള്ളതിലേക്കായിരിക്കും അവർ നോക്കുന്നത്. അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം ഈ കഴിഞ്ഞ 4-5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിധിയെ പറ്റി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒഡീഷയിലെ വിധി, ആന്ധ്രയിലെ, തെലങ്കാനയിലെ, ഇവിടെ രാജസ്ഥാനിൽ കഴിഞ്ഞ തവണ ഉണ്ടായത്. ഇതെല്ലാം ഈ സർക്കാരുകളെല്ലാം ഇതുപോലെയുള്ള ഒരു വെൽഫെയർ സിസ്റ്റം വളരെ സക്സസ്ഫുൾ ആയിട്ട് ഡെലിവർ ചെയ്ത ഭരണകൂടമാണ്. എന്നിട്ട് എന്ത് തോറ്റു? അതൊന്നും ഇവിടുത്തെ പ്രശ്നം. അത് ഫലപ്രദമായി അത് നടത്തിയെടുക്കാനുള്ള സാമ്പത്തിക സാധ്യതയോ സാമ്പത്തിക വിഭവങ്ങളോ ഒന്നുമില്ലാതെ ഉഴലുന്ന ഒരു കാലമാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മോചനത്തിനുള്ള സാധ്യത ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ എന്തായാലും എളുപ്പമല്ല. പക്ഷേ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം അതിന് നിലനിൽക്കണമെങ്കിൽ, അത് ഇന്നല്ല, ചിലപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പല്ല, അതിനപ്പുറത്തും കേരളത്തിൽ ഇന്ന് നിലനിൽക്കണമെങ്കിൽ ചില അടിസ്ഥാനപരമായ കേരളത്തിന്റെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഇടതുപക്ഷത്തിന്റെ ഇപ്പോഴത്തെ ക്ഷീണം കാണുന്നത്. അത് 90-കളിൽ തന്നെ EMS പോലുള്ളവർ കൃത്യമായി അത് ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം കേരള മാതൃക എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ അല്ല, നിലനിൽക്കാൻ കഴിയാത്ത ഒരു വ്യവസ്ഥയാണ്. ഈ കേരള മാതൃക തകരുന്നത് ഇടതുപക്ഷം, കേരള സംസ്ഥാനം മാത്രമല്ല ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം പോലും അതോടുകൂടി തകർന്നു പോകും. അപ്പൊ അതിന്
ഒരു പുതിയ സാമ്പത്തിക വളർച്ച നേടാവുന്ന ഒരു സംസ്ഥാനമായി കേരളത്തിനെ മാറ്റിയെടുക്കേണ്ടത് കേരളത്തിന്റെയും ഇടതുപക്ഷത്തിന്റെ നിലനിൽപ്പിന് പോലും ആവശ്യമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. എങ്ങനെയാണ് അദ്ദേഹം കേരള മാതൃകയെ വിമർശിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞു 90. അപ്പൊ കേരളത്തിന്റെ ഈ എക്കണോമിക് ആയിട്ടുള്ള സിറ്റുവേഷൻ, കേരളത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള ഈ അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരുത്തുന്ന രീതിയിൽ കേരളത്തിനെ പുതുക്കിപ്പണിയാനുള്ള ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതിയിലൂടെ മാത്രമേ കേരളത്തിലെ ജനങ്ങളും അതോടൊപ്പം ഇടതുപക്ഷവും ഒക്കെ, കാരണം ഈ അവസ്ഥയിലെ ഇടതുപക്ഷം എന്താണ് വ്യത്യസ്തമായിരുന്നത്? ഇടതുപക്ഷം ജനക്ഷേമകരമായി ഈ വ്യവസ്ഥയുടെ എല്ലാ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടും ജനങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ, മറ്റെല്ലാ ഇടങ്ങളിൽ നിന്നും അതിന്റെ പൊതുവായിട്ടുള്ള അതിന്റെ പല കാര്യങ്ങളും മെച്ചപ്പെടുത്താൻ ശ്രമിച്ച ഒരു പ്രസ്ഥാനമാണെന്നുള്ളതാണ് അടിസ്ഥാനപരമായ അതിനൊക്കെ മുമ്പുണ്ടായിരുന്ന വളരെ ജനതയുടെ വളരെ അടിച്ചമർത്തപ്പെട്ട ഒരുപാട് അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെ മുന്നോട്ട് വന്നുകൊണ്ട് ആ കാലം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒരു പുതിയ മധ്യവർഗ ഭൂരിപക്ഷം ഉള്ള ഒരു സമൂഹമാണ് കേരളത്തിന്റെ. അവരുടെ ആസ്പിറേഷൻസ് വേറെയാണ്. അവരുടെ ഈ പുതിയ മുകളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഉയരങ്ങളിലേക്ക് പോകുന്ന ജീവിതം മെച്ചപ്പെടുത്താനുള്ള അവരുടെ ശ്രമങ്ങൾക്ക് മുമ്പിൽ എന്താണ് ഇടതുപക്ഷത്തിന് കൊടുക്കാവുന്ന ഉത്തരം? ഇടതുപക്ഷത്തിന് അപ്പോ അത് ഒരു വശം. മറുവശത്ത് ഈ വെൽഫെയർ സിസ്റ്റം നിലനിർത്താൻ എങ്ങനെ കേരളത്തിന്, അത് കേന്ദ്ര കാരണമായിരിക്കാം, പക്ഷെ കേന്ദ്രം ഇതിനെ ഇങ്ങനെ പഴിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കാലത്ത് കേന്ദ്രം കനിയും എന്ന് കരുതി ഇടതുപക്ഷത്തിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? അപ്പൊ കേരളത്തിലെ മറ്റൊരു വഴി മറ്റൊരു വഴി കണ്ടെടുത്ത ഒരു പാരമ്പര്യമാണ് കേരളത്തിന് ഇടതുപക്ഷത്തിനുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഞാൻ പറഞ്ഞ മൗലികമായിട്ടുള്ള ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇടതുപക്ഷത്തിന്റെ ഭാവി ഇരിക്കുന്നത്. അത് കാണാതെ, അതിനെപ്പറ്റി യാതൊരു ആലോചനയില്ലാതെ, അത് ഈ പാർട്ടിക്കുള്ളിൽ മാത്രം ആലോചിച്ചുകൊണ്ടും ഫലമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അത് ഉണ്ടായിട്ടില്ല. പിന്നെ ഷോർട്ട് ടേം ആയിട്ടുള്ള ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് പുതിയ ഈ ഒരു നറേറ്റീവ്, നേരത്തെ ജേക്കബ് പറഞ്ഞ് ശരിയാണ്, കേരളം മുഴുവൻ എല്ലാവരുടെയും ആക്രമണത്തിനും വിമർശനത്തിനും വിധേയമാകുന്നതാണ്. അപ്പൊ ആ ഒരു നറേറ്റീവിന്റെ ഒരു ആഖ്യാനത്തെ മാറ്റാനുള്ള ശ്രമങ്ങൾ എന്തുകൊണ്ടില്ല? ഒരു കേരളത്തിന് ആകർഷകമായിട്ടുള്ള ഒരു പദ്ധതി മുന്നോട്ട് വെക്കാൻ എന്തുകൊണ്ടില്ല? ജനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെങ്കിൽ, ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെങ്കിൽ തോന്നിക്കാനുള്ള എന്ത് കാരണമാണ്, എന്ത് പദ്ധതിയാണ് മുന്നോട്ട് വെക്കാനുള്ളത്? ഇതിനൊക്കെ പുറമെ എവിടെയാണ് മാറ്റം ആരംഭിക്കേണ്ടത്? മാറ്റിയാൽ മാത്രം പോരാ, മാറി എന്നുള്ളത് അതിലൊരു സിംബോളിക് വാല്യൂ ഉണ്ട്. മാറി എന്നുള്ളതിന്റെ ഒരു സൂചന ജനങ്ങളോട് പറയാനുണ്ട്. അതിന് അടിസ്ഥാനപരമായ ആവശ്യം വാസ്തവത്തിൽ മുഖ്യമന്ത്രി തന്നെ മാറിക്കൊടുക്കുകയാണ് വേണ്ടത്. വാസ്തവത്തിൽ അതുകൊണ്ട് പ്രശ്നം അവസാനിക്കുന്നല്ല, അതൊരു വലിയ മാറ്റത്തിന്റെ തുടക്കം. കാരണം കേരളത്തിലെ ഈ കഴിഞ്ഞ 20 വർഷമായിട്ട് ഇടതുപക്ഷം നേരിടുന്ന പലതരത്തിലുള്ള ഇലക്ഷൻ ജയിച്ചു കാണും. അത് പല കാരണങ്ങളുണ്ട്. ഈ 2020 ജയിച്ചതിന് വളരെ വളരെ ഒരു അസാധാരണമായ ചില കാരണങ്ങളുണ്ട്. അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഇടതുപക്ഷത്തിന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ 10-20 വർഷത്തെ പ്രശ്നങ്ങളാണ്. അവിടെ ഒരു മാറ്റത്തിന്റെ ആദ്യപടി എന്ന നിലയ്ക്ക് താനൊഴിഞ്ഞ് ഒരു മാറിക്കൊടുക്കേണ്ടത് പോലും ആവശ്യമാണെന്നാണ് എന്റെ അഭിപ്രായം. കാരണം എന്നാലാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ മാറാൻ തയ്യാറാണ് കാരണം ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള രീതികളുമായിട്ടും ശൈലികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 75 വയസ്സാവുന്ന ഒരു മനുഷ്യന് ചിലപ്പോൾ ശൈലി മാറ്റാൻ കഴിയില്ല, മാറ്റാൻ പറ്റില്ല എന്നുള്ള ശരിയാണ്. ശൈലി മാറ്റിയില്ലെങ്കിൽ വ്യക്തി മാറുക എന്നുള്ളതല്ലാതെ വേറൊരു മാർഗമില്ല, വേറൊരു ഉത്തരമില്ല. അങ്ങനെയാണ് ഉത്തരവാദപ്പെട്ട പ്രസ്ഥാനം ചെയ്യേണ്ടത്. ഈ പ്രസ്ഥാനം ഒരു വ്യക്തിയെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്, ഒരുപാട് പേരുടെ തലമുറകളുടെ സംഭാവനയും സൃഷ്ടിയുമാണ് ഈ പ്രസ്ഥാനം. അപ്പൊ അതിൽ ഒരു മനുഷ്യന്റെ ശൈലി മാറ്റാൻ എനിക്ക് വയ്യ, അതുകൊണ്ട് ഞാൻ തന്നെ ഇവിടെ ഇരിക്കും എന്ന് പറയുന്നത് തന്നെ എന്തൊരു ജനങ്ങളോട് കാണിക്കുന്ന ഒരു പുച്ഛമാണത്. ജേക്കബ്, ഒരു കാര്യം, ഈ ശൈലി മാറ്റം അത് വ്യക്തിയുടെ ശൈലി മാറുക എളുപ്പമല്ല എന്ന് MV ഗോവിന്ദൻ പറയുന്നുണ്ട്. അത് ഒരു ദിവസം കൊണ്ടുണ്ടായതാണോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതിപ്പോൾ ഒരാളുടെ കാര്യത്തിൽ മാത്രമല്ല, ഒരു നേതൃകൂട്ടം എടുത്തു കഴിഞ്ഞാൽ ആ നേതാക്കളുടെ എല്ലാവരുടെയും ശൈലിയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. വളരെ കാലങ്ങളായിട്ട് ഓരോരുത്തർക്കും ഉണ്ടായ ശൈലിയാണ്. അപ്പോൾ ഈ ശൈലി മാറ്റം മാത്രമാണോ, അല്ലെങ്കിൽ കൺവെൻഷണൽ ആയിട്ടുള്ള ചില തിരുത്തുകൾ മാത്രമാണോ, ഇപ്പോൾ ജേക്കബ് സൂചിപ്പിച്ചതുപോലുള്ള കാര്യങ്ങൾ മാത്രമാണോ? പുതിയൊരു ലോകവും പുതിയൊരു കാലവും അതിനൊക്കെ അഡ്രസ്സ് ചെയ്യാൻ പാകത്തിലുള്ള തിരുത്തുകളെക്കുറിച്ചുകൂടെ ആലോചിക്കണ്ടേ? എങ്കിൽ മാത്രമല്ലേ ഇതൊക്കെ മനസ്സിലാക്കാനും അതിലേക്ക് കടന്നു കയറാനും തിരുത്താനും സമൂഹത്തെ തിരുത്താനും ഒക്കെ സാധിക്കുള്ളൂ. അതിനകത്ത് അത് ശരിക്കും പറഞ്ഞാൽ വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു വിഷയമാണല്ലോ. അതിൽ എവിടെ തുടങ്ങണം എന്ന് ചോദിച്ചാൽ, അത് കേരളം കഴിഞ്ഞ ഏകദേശം
ലോകത്തിലെ തന്നെ സമൂഹങ്ങളിൽ കഴിഞ്ഞ 200 വർഷത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വ്യക്തികളുടെ അന്തസ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ മുന്നേറ്റം നടത്തിയ ഒരു സമൂഹമായിരിക്കും കേരളം. പല കാരണങ്ങളുണ്ട്. നമ്മൾ വഴിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ അയാൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, അവകാശം എന്നുള്ളത് ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള ജനാധിപത്യ രാജ്യങ്ങളിൽ ഒരു പൗരന് കിട്ടുന്ന അതേ അവകാശവും സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ ആരായാലും, നിങ്ങൾ ഏത് കോടീശ്വരനായാലും, ഏത് അധികാര സ്ഥാനത്തിലുള്ള ആണെങ്കിലും ആ വഴിയിൽ നിൽക്കുന്ന ഒറ്റ പൗരനെ ബഹുമാനിച്ചേ പറ്റൂ. അയാളുടെ നേർക്ക് മെക്കിട്ട് നിങ്ങൾക്ക് പറ്റില്ല. അങ്ങനെയുള്ള ലോകത്തിലെ അപൂർവം സമൂഹങ്ങളിൽ ഒന്നാണ് കേരളം. ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ പാഴായിപ്പോയ കാര്യങ്ങളാണെന്നും ഇതിലൊന്നും യാതൊരു കാര്യവുമില്ല എന്ന് വിശ്വസിക്കുന്ന കുറെ മനുഷ്യരുണ്ട്. അതല്ല എങ്കിൽ നമുക്കിതൊക്കെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആണ് എന്ന് വിശ്വസിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈഴവ സമുദായത്തിന് വളരെ പെട്ടെന്ന് തോന്നുന്നതാണ് ഞങ്ങൾക്ക് നമ്പൂതിരിമാരാകാം എന്നുള്ളതാണ് അവരുടെ ചിന്ത. അതാണ് പലരും പറയുന്നത്. തങ്ങൾ എത്തിപ്പെട്ടത് എവിടെ നിന്നാണ് ഇവിടെ വരെ എത്തിയത് എന്ന് മനസ്സിലാക്കാതെ പോകുന്നു. നമ്പൂതിരിക്ക് മനുഷ്യനാകണം എന്ന് പറഞ്ഞ മനുഷ്യരായ പാർട്ടികളാണ് അവർക്ക് വീണ്ടും നമ്പൂതിരിമാരാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നത്. അതായത് ചരിത്രത്തിലെ നമ്മൾ ഇപ്പൊ സുരേഷ് ഗോപി നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കസവ് നേരിയതൊക്കെ ഇട്ട് ഇദ്ദേഹം നടക്കുന്നത് നമ്മൾ പണ്ടേ കുഴിച്ചു മൂടിയ സാധനങ്ങളാണ്. ഈ പണ്ടാരൊക്കെ ഇതിന്റെ ബഹുമാന്യത എന്നുള്ളത് നമ്മൾ ഇല്ലാണ്ടാക്കിയതാണ്. തൊഴിൽ ചെയ്യുന്നവന്റെ വേഷമാണ് ഏറ്റവും നല്ല വേഷം എന്ന് നമ്മൾ തീരുമാനിച്ചതാണ്. ഈ അസംബന്ധങ്ങളൊക്കെ തിരിച്ചു വരികയാണ്. അപ്പൊ ഇതിനെ നേരിടണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ അവസാന പൗരനോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സംവദിക്കാനുണ്ടാകണം. ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇത് എങ്ങനെ മുമ്പോട്ട് പോകേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുമെന്ന് അവർക്കൊപ്പം ഇരുന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തീരുമാനിക്കണം. ഈ തീരുമാനമാണ് ഇപ്പൊ നമ്മൾ BJPക്കും വലതുപക്ഷത്തിനും വിട്ടുകൊടുക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള കേരളം എങ്ങനെ അയക്കണം എന്നുള്ളതിനെ കുറിച്ച് ഉള്ള തീരുമാനങ്ങൾ ഈ അസംബന്ധത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഇത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കേരളത്തിൽ നമ്മൾ ഈ 200 വർഷത്തെ നമ്മുടെ ചരിത്രം, അതിൽ നവോത്ഥാനം ഉണ്ടാക്കിയ വലിയ ഒരു ലീപ്പ്, അതിന്റെ ഒപ്പം മുമ്പോട്ട് പോയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം, അതിന്റെ അകത്ത് നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മൾ നേരത്തെ ഞാൻ മുമ്പ് പറഞ്ഞ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാലും അവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ, അവര് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സമൂഹത്തിന്റെ അജണ്ട നിശ്ചയിക്കുക എന്നുള്ളത് ഈ കസവുധാരികളായ മനുഷ്യരായിരിക്കും. ഞാനതിന് മതത്തെക്കുറിച്ചല്ല പറയുന്നത്, ആ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഫ്യൂഡൽ ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യർ വന്ന് നമ്മളെ വീണ്ടും ചരിത്രത്തിൽ നമ്മൾ ഏതൊക്കെ സാധനങ്ങൾ നമ്മൾ കുഴിവെട്ടി മൂടിയോ അതിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് അങ്ങനെ മാറ്റം വേണം, മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഒപ്പം ചിന്തിക്കാനും അതിന് ഇടതുപക്ഷ മൂല്യങ്ങൾ ഉറപ്പിച്ചു നിർത്താനും പറ്റുന്ന തരത്തിലുള്ള ഭാവുകത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുണ്ടാകണം. ഞാൻ പറയുന്നത് അത് വളരെ വലിയൊരു സബ്ജക്റ്റാണ്. അത് ചെറിയ നടപടികളിൽ ശ്രീ രാധാകൃഷ്ണൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കൊച്ചു നടപടികളിലോ പ്രഖ്യാപനങ്ങളിലോ ഒപ്പമല്ല. നമ്മുടെ സമൂഹം എവിടെ എത്തി നിൽക്കുന്നു, അവിടെ നിന്ന് ഇനി അത് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ തീക്ഷ്ണമായിട്ടുള്ള ചിന്ത CPM-ന്റെ നേതൃത്വത്തിനുണ്ടാകും. ഞാൻ അതാണ് പറഞ്ഞത്. ഇത് ഈ കേരള സംസ്ഥാന CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഇരിക്കുന്ന മനുഷ്യർ എല്ലാ ദിവസവും സാധാരണ മനുഷ്യരെ കാണുന്ന ആളുകളാണ്. അവർക്ക് അറിയേണ്ടതാണ്. അവരത് പറഞ്ഞിട്ടുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അത് കമ്മ്യൂണിസ്റ്റ് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ കേരളത്തിലെ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സംസ്ഥാന യോഗത്തിൽ അത് ചർച്ച ചെയ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അത് റിയലിസ്റ്റിക് ആയിട്ട് അത് കാണുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. അതിൽ പിന്നെ ഒരു കാര്യം ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞതിനോട് എനിക്ക് വളരെ യോജിപ്പാണ്. പിണറായി വിജയൻ ഈ അവസ്ഥയിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് ഈ ചേഞ്ചിലേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നവകേരള യാത്രയിൽ കേരളം ഇനി എങ്ങനെ മാറണം എന്നുള്ളതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹം തേടുന്നുണ്ടായിരുന്നു. 7 വർഷം മുഖ്യമന്ത്രിയായിട്ടാണ് അദ്ദേഹം വീണ്ടും ഈ പുതിയ കേരളം എങ്ങനെ മാറണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്നത്. കഴിഞ്ഞ ശ്രീ ഗീവർഗീസ് മാർ കൂറിലോസ് പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് നിർത്താം. അദ്ദേഹം എസെൻഷ്യലി അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് ക്രൈസിസ് മാനേജ്മെന്റ് നടത്തിയാണ്. കാരണം അത് സത്യമാണ്. കാരണം കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിന് വളരെയധികം ക്രൈസിസ് മാനേജ്മെന്റ് നടത്തേണ്ടി വന്നു. അത് ഗംഭീരമായിട്ട് നടത്തി. പിണറായി വിജയൻ നമ്മുടെ നാട് കണ്ടിട്ടുള്ള ഏറ്റവും ഗംഭീര ക്രൈസിസ് മാനേജറാണ്. എനിക്ക് അക്കാര്യത്തിൽ തർക്കമേ ഇല്ല. ആ ക്രൈസിസ് നിങ്ങൾ മാനേജ് ചെയ്തു. അത് നിങ്ങൾ ജനങ്ങളുടെ അന്തസ്സ്, ഒരു വ്യക്തിയുടെ അന്തസ്സ് ഞാനത് പെൻഷനെയും കിറ്റുന്നൊക്കെ ഞാൻ അങ്ങനെ കാണുന്നു. അത് നിങ്ങൾ ഒപ്പം നിന്നു, അതിൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടി. ഇപ്പൊ അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യുന്ന ഒരു ക്രൈസിസ് ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ മനുഷ്യരുടെ മുമ്പിൽ പൊട്ടി നിൽക്കുന്ന ഒരു ക്രൈസിസ് ഇല്ല. അതില്ല എന്നാണ് ഗീവർഗീസ് മാർ കൂറിലോസ് പറഞ്ഞത്. അതിലാണ് അദ്ദേഹത്തെ വിവരദോഷി എന്ന് വിളിച്ചത്.
അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ രണ്ടാമത്തെ അധികാരത്തിലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ക്രൈസിസിലല്ല മനുഷ്യർ നിൽക്കുന്നത്. ഇപ്പോഴത്തെ ആദ്യത്തെ ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്തുണ്ടായിരുന്ന പോലെ പ്രളയമോ വെള്ളപ്പൊക്കമോ കോവിഡോ നിപ്പയോ ഇല്ല. നമ്മൾ ഇപ്പോഴത്തെ നമുക്ക് മുമ്പോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. ആ ക്രൈസിസ് മാനേജ് ചെയ്യും. ഒരു ക്രൈസിസ് വന്നിട്ട് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മനുഷ്യർക്ക് സാധാരണഗതിയിൽ മുമ്പോട്ട് പോകുന്ന അതുപോലെ തന്നെ സർക്കാർ നിങ്ങളുടെ ഒപ്പമുണ്ട് എന്ന് ക്രൈസിസിന് സമയത്ത് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ ക്രൈസിസ് ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അത് വിവരദോഷമല്ല, അത് ഏറ്റവും സെൻസിബിൾ ആയിട്ട് ഒരു ക്രിറ്റിസിസമായിട്ട് എനിക്ക് തോന്നും. അതിനെ വിവരദോഷം എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അദ്ദേഹം റിയാലിറ്റിയിൽ നിന്നും വളരെ അകന്നാണ് നിൽക്കുന്നത് എന്നുള്ള തോന്നൽ എനിക്കുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രി സെൽഫ് ആക്ഷൻ എന്നുള്ള അത് നടക്കുന്ന കേസാണെന്ന് എനിക്കൊന്നും തോന്നുന്നില്ല. അതിൽ വളരെ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവേണ്ടതുണ്ട്. അത് മുഖ്യമന്ത്രി തീരുമാനിക്കണം, CPM തീരുമാനിക്കണം. ആ തീരുമാനങ്ങൾ ഇല്ലാതെ പിന്നെ വളരെ എളുപ്പം LDF വോട്ട് കുറഞ്ഞു, UDF വോട്ട് കുറഞ്ഞു, LDF കുറഞ്ഞതിനേക്കാൾ കൂടുതൽ വോട്ട് UDF കുറഞ്ഞു എന്നുള്ള മട്ടിലുള്ള കണക്ക് പറഞ്ഞുകൊണ്ടിരുന്നാൽ ദാറ്റ് ഡസന്റ് വർക്ക്. അതിന്റെ പ്രശ്നം നമ്മുടെ സൊസൈറ്റിയുടെ അജണ്ട നിശ്ചയിക്കാൻ വേണ്ടി നമ്മൾ ഈ കസവുധാരികളെ ഏൽപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അത് വേണോ വേണ്ടോ എന്നുള്ളതാണ് ശരിക്കും CPM ആലോചിക്കേണ്ട കാര്യം. CPM എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി, എനിക്ക് തോന്നുന്നു, ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന മനുഷ്യനാണ്. അതിന്റെ വാൻഗാർഡായിട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പം അവരത് തീരുമാനിച്ചില്ല എങ്കിൽ ഇതിങ്ങനെ പോകുന്നത് എന്റെ ജനറേഷനിൽപ്പെട്ട ആളുകൾ തന്നെ ഇത് കാണേണ്ടി വരിക എന്നുള്ളത് ഖേദകരമാണ്. ആ തീരുമാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കേണ്ടത്. അതിൽ 1 മാസത്തിന് ശേഷം വീണ്ടും സംസ്ഥാന കമ്മിറ്റി വരുന്നുണ്ടെങ്കിൽ അവർ ആലോചിക്കേണ്ടത്, ഈ കാലഘട്ടം കൊണ്ട് അവർ ആലോചിക്കേണ്ടത് ഒരു പൗരൻ നിലയ്ക്ക് ഞാൻ വിചാരിക്കുന്ന കാര്യം, നമ്മുടെ സൊസൈറ്റിയുടെ ഇനിയുള്ള അജണ്ട നിശ്ചയിക്കുന്നത് ഈ രാഷ്ട്രീയം കൊണ്ട് ഇങ്ങനെ വരുന്ന ഈ ഫ്യൂഡൽ കഥാപാത്രങ്ങളാണോ നമ്മുടെ സൊസൈറ്റിയുടെ അടുത്ത അജണ്ട തീരുമാനിക്കേണ്ടതെന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ തീരുമാനിക്കണം. അതിനാവശ്യമായ തീരുമാനങ്ങൾ ഇച്ചവർവേ നമ്മൾ പൗരന്മാരായി മാത്രം ഇരിക്കുന്ന മനുഷ്യരാണ്. അവർക്കറിയാം, അവർ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ്, അവർ തീരുമാനിക്കണം. പക്ഷെ ആ തീരുമാനങ്ങൾ വളരെ എളുപ്പം കണ്ണടച്ചിരുട്ടാക്കൊണ്ടോ ഇരുട്ടുകൊണ്ടോ ഒട്ടയടിക്കുക, കണക്ക് പറഞ്ഞ് വിശദീകരിക്കുക, ദാറ്റ് വിൽ നോട്ട് വർക്ക്. ദേ നീഡ് ടു ചേഞ്ച് thoroughly. ഞാൻ അവസാനം MG രാധാകൃഷ്ണനോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ഇന്നത്തെ വാർത്താസമ്മേളനം കാണുമ്പോൾ ഈ BJPയുടെ വളർച്ചയെക്കുറിച്ചൊരു യാഥാർത്ഥ്യബോധത്തോടുകൂടിയുള്ള സമീപനം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ യാഥാർത്ഥ്യബോധത്തോടൊരു ചർച്ച CPMൻ്റെ നേതൃതലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന തോന്നലുണ്ടാക്കുന്നുണ്ടോ? അതോ മുമ്പൊക്കെ പറയുന്നത് പോലെ തന്നെ അങ്ങനെ കടന്നു കയറിയിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെയുള്ള മട്ടിൽ പറഞ്ഞു പോവുക മാത്രം, അത് അവിടെ നിൽക്കുകയാണോ ഇപ്പോഴും? എനിക്ക് തോന്നുന്നു അത് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം BJPയുടെ വളർച്ച അപായകരമായ രീതിയിൽ ആയിട്ടുണ്ട് എന്നുള്ളത് സമ്മതിക്കുന്നുണ്ട്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ആലോചനകൾ എവിടെയൊക്കെ പോകുന്നു? അതിപ്പോ ഒരു BDJS ശ്രമിച്ചിട്ട് SNDP അല്ലെങ്കിൽ ഈഴവ സമുദായത്തെ മുഴുവൻ BJPയുടെ അങ്ങോട്ട് പിടിച്ച് തിരിച്ചു വിട്ടു എന്ന് പറയുന്നത് വളരെ ഉപരിപ്ലവമായിരിക്കും. അപ്പോ അത് BDJS എന്നൊരു സംഘടന കൊണ്ടത് ആ സംഘടനയ്ക്കനുസരിച്ച് ചലിക്കുന്നത് സംഘടനയിൽ ഒരു വിഭാഗം പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തൊലിപ്പുറത്തുള്ള കാര്യങ്ങളാണ്. അടിയിലുള്ള ആഴത്തിലുള്ള ഘടകങ്ങൾ മറ്റൊന്നാണ്. അതെന്തുകൊണ്ടാണ്? എന്തൊക്കെ പല കാരണങ്ങളുണ്ട്. അത് പല തലങ്ങളിലുള്ള കാര്യങ്ങളാണത്. സാമൂഹ്യമുണ്ട്, മാനസികമായിട്ടുള്ളതുണ്ട്. പൊതുവെ ഇന്ത്യക്ക് പുറത്തും നടക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മുന്നേറ്റവുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം അതൊക്കെ എങ്ങനെയാണ് ഈ വലിയ ഈ മാക്രോ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കേരളം പോലെ ഒരു സൂക്ഷ്മ തലത്തിൽ അതെങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കുമ്പോൾ വാസ്തവത്തിൽ അത് മാത്രം പോരാ. ഞാൻ പറഞ്ഞത് വളരെ എളുപ്പമാണ്. ഇപ്പൊ BDJS കാരണമാണ്, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ കാരണമാണ്, അല്ലെങ്കിൽ പ്രീതി നടേശൻ കാരണമാണ് ഈഴവ സമുദായത്തിലെ ഈ മാറ്റത്തിന് മുഴുവൻ കാരണം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അവർക്ക് കൊടുക്കുന്ന ഒരു വലിയ കോംപ്ലിമെന്റ് ആണ്. അവർക്ക് ഈ വലിയ ഉത്ബുദ്ധമായിട്ടുള്ള ഈ സമുദായത്തെ ഇവർ ഈ 2-3 പേര് വിചാരിച്ചാലും കൊണ്ട് മാറ്റി തീർക്കാൻ പറ്റും. അതിന്റെ അപ്പുറത്ത് വളരെ മൗലികമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതിന് ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന്റെയും പോരായ്മകളുടെയും കാരണങ്ങളുണ്ട്. മറ്റൊരുപാട് വിഷയങ്ങളുണ്ട്. ജേക്ക് പറഞ്ഞ പോലെ ഇതൊരു ഒരു പെട്ടെന്ന് പറയാവുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പ്രകാശ് കാരാട്ടിനെ സീതാറാം യെച്ചൂരിയെയും അവിടെ ഓരോ ജില്ലകളിൽ കൊണ്ട് സമ്മേളനം നടത്തിയോണ്ട് മതിയാകുന്നില്ല ഇതിനുള്ള പരിഹാരം. വളരെ വലിയ മൗലികമായ മാറ്റങ്ങൾക്കും വലിയ മൗലികമായിട്ടുള്ള പുതിയ ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കുന്നതൊക്കെ സമയമാണ്. അതൊരു
തൽക്കാലത്തേക്ക് ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും മാത്രമല്ല, നിലനിൽപ്പിന്റെ ഒരു പ്രശ്നം തന്നെയാണ്, ഒരു അസ്തിത്വ പ്രതിസന്ധിയാണ് ഇടതുപക്ഷത്തിനുണ്ടായിരിക്കുന്നത്. അത് അഡ്രസ്സ് ചെയ്യാനുള്ള ഈ പറഞ്ഞ പോലെ ഒരു കഴിവും പാരമ്പര്യവും ചരിത്രവും ഒക്കെ ഉള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ്. ഇപ്പോൾ അടിസ്ഥാനപരമായി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് യാതൊരു ഇപ്പോൾ അതിനെപ്പറ്റി വലിയ പ്രതീക്ഷ ഇല്ല സത്യത്തിൽ. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ പുറത്തു കേൾക്കുന്ന ചുരുങ്ങിയ പക്ഷം പാർട്ടി സമിതികളിലെങ്കിലും തുറന്ന അഭിപ്രായ പ്രകടനങ്ങളുടെ ഒരു അംശമൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പത്രങ്ങൾ കേൾക്കുന്നത് ശരിയാണെങ്കിൽ അത്രയും ആശ്വാസകരമാണ്, ശുഭോദർക്കമാണ്. ജനാധിപത്യത്തിന്റെ എല്ലാ പോരായ്മകൾക്കും ഉത്തരം കൂടുതൽ ജനാധിപത്യം മാത്രമാണ്. ആ ജനാധിപത്യം ഇല്ലാതെ പോയതാണ് 20 വർഷത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഈ CPM-ന്റെ പ്രത്യേകിച്ചും ആ ജനാധിപത്യത്തെ പൂർണ്ണമായി അതൊരു പ്രത്യേക നേരത്തെ ജേക്കബ് പറഞ്ഞ പോലെ ഒരു ക്രൈസിസിൽ ഉണ്ടാവുന്ന ഭരണാധികാരി, ഒരുപാട് മോശപ്പെട്ട ഭരണാധികാരികളെ നമ്മൾ വലിയ പ്രതിസന്ധികൾ നമ്മൾ പിന്തുണയ്ക്കും. യുദ്ധങ്ങൾ, മഹാവ്യാധികൾ, അല്ലെങ്കിൽ വലിയ പ്രകൃതി ദുരന്തങ്ങൾ. അതുകൊണ്ടാണ് ഈ വാർ ടൈം പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ ചർച്ചിലിനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റാലിനെ പോലെ 2ാം ലോക മഹായുദ്ധത്തിന്റെ പ്രതിസന്ധിയിൽ സോവിയറ്റ് യൂണിയൻ. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു എന്നുള്ളപ്പോഴാണ് അദ്ദേഹത്തിന്റെ കുഴപ്പങ്ങളെല്ലാം എക്സ്പോസ്ഡ് ആയത്. അപ്പൊ ആ പ്രതിസന്ധിയിലെ ഭരണാധികാരി ആയിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ഫലപ്രദമായി പ്രവർത്തിച്ചിരിക്കാം. പക്ഷെ അല്ലാത്ത കാലത്ത് എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവിടെ 1-2 വ്യക്തിക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. കാരണം നമ്മുടെ ഇന്ന് പറയുന്ന എല്ലാ കുഴപ്പങ്ങളുടെയും വാസ്തവത്തിൽ ഒരു വലിയ പങ്ക് സംഭാവന ചെയ്തിരിക്കുന്ന ഈ വ്യക്തിയാണ്. ആ വ്യക്തി അതുകൊണ്ട് ഒരു വലിയ കുഴപ്പക്കാരനാണെന്നല്ല, പക്ഷെ ആ വ്യക്തി ഈ പ്രസ്ഥാനത്തിന്റെ ഈ ഘട്ടത്തിൽ അതിനെ നയിക്കാൻ പറ്റിയ ആളാണോ എന്നുള്ളതിനെ പറ്റി സംശയമുണ്ട് എനിക്ക്. റൈറ്റ്. ജേക്കബ്, ഞാൻ അവസാനം ഒറ്റ കാര്യം കൂടെ ചോദിച്ചിട്ട് നിർത്താം. ബാക്ക് ടു ബേസിക്സ് എന്ന് ജേക്കബ് നേരത്തെ പറഞ്ഞല്ലോ. ജനങ്ങളുമായിട്ട് കൂടുതൽ സംസാരിക്കുക, അങ്ങനെ വീണ്ടും സംസാരിച്ച് തുടങ്ങുക, അതെങ്കിലും തുടങ്ങി വെക്കേണ്ടി വരില്ലേ ഈ പാർട്ടിക്ക്? വലിയ തിരുത്തലുകളൊന്നും ഉണ്ടായില്ലെങ്കിലും ഈ മിനിമം ലെവലിൽ ഇപ്പോൾ അവർ ഉപരിപ്ലവമായി പോലും അഡ്രസ്സ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കണമെങ്കിൽ ജനങ്ങളുമായിട്ട് സംസാരിച്ചു തുടങ്ങുമെങ്കിലും വേണ്ടേ? രാജീവ്, എന്റെ ഉറച്ച ധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താഴത്തെ ലെവലുള്ള മനുഷ്യരൊക്കെ നിരന്തരം ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നവരാണ്. അവരവരുടെ അഭിപ്രായം പറഞ്ഞാൽ അത് കേൾക്കാനുള്ളതാണ്. ജനങ്ങളോടൊന്നും പറയണ്ട. ഈ നേതൃത്വം ജനങ്ങളോട് ഇപ്പോൾ ഉള്ളതൊക്കെ ചെയ്താൽ മതി. അങ്ങനെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വങ്ങളുള്ളത്. പ്രശ്നം ജനങ്ങളുമായി സംസാരിക്കുന്ന, നേരിട്ട് ഇടപെടുന്ന മനുഷ്യർ പറയുന്ന കാര്യം കേൾക്കാനും അംഗീകരിക്കാനും നേതൃത്വം തയ്യാറായാൽ മതി. ഞാൻ കേൾക്കുന്നത് അനുസരിച്ചാണ് എങ്കിൽ മനുഷ്യർ തുറന്ന അഭിപ്രായം പറയാറില്ല. ഇപ്പൊ ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ സംസ്ഥാന കമ്മിറ്റിയിലാണെങ്കിലും അവരുടെ അഭിപ്രായം തുറന്നു പറയാൻ തയ്യാറായാൽ, CPM സംസ്ഥാന സമിതിയിലിരിക്കുന്ന ഓരോ മനുഷ്യനും ഓരോ ദിവസവും 100 കണക്കിന് ആളുകളെ കാണുന്ന ആളുകളാണ്. അപ്പൊ അവര് പറയുന്ന അഭിപ്രായങ്ങൾ കേൾക്കാനും ഉൾക്കൊള്ളാനും കേന്ദ്ര നേതൃത്വം തയ്യാറായാൽ മതി. അതിന് പ്രത്യേകിച്ച് ഇങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇറങ്ങി ചെല്ലേണ്ട ആവശ്യമില്ല. മനുഷ്യർ പറയുന്ന കാര്യങ്ങളിൽ അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളുടെ പേരിലല്ല, അവരുടെ സംഘടനാ ബോധവും അവരുടെ ഇടതുപക്ഷ രാഷ്ട്രീയ ബോധവുമാണ് അവരെ കൊണ്ട് കാര്യങ്ങൾ പറയിപ്പിക്കുന്നത് എന്നുള്ള വളരെ സത്യസന്ധമായ ഒരു നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം എടുത്താൽ അവിടെ വലിയ വ്യത്യാസം വരും എന്നുള്ള തോന്നൽ എനിക്കുണ്ട്. ഞാനിത് പണ്ട് എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ പോലീസ് നയം ഇത് മനുഷ്യരെ വെടിവെച്ച് കൊല്ലുന്ന, മനുഷ്യർക്ക് നീതി ഉറപ്പാക്കാൻ കഴിയാത്ത പോലീസ് നയത്തിൽ ഒരു വ്യത്യാസം വരുത്താൻ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമിതിക്കോ സെക്രട്ടേറിയറ്റിനോ പറ്റുന്നില്ല എന്നുള്ള ചോദ്യം ഒരു പത്രപ്രവർത്തകന് ഞാൻ ചോദിക്കാൻ തുടങ്ങിയിട്ട് 8 വർഷമായി. ഇത് ഒന്ന് കേൾക്കാനുള്ള സന്മനസ്, അതിനുള്ള സന്മനസ്സല്ല, അത് അവരുടെ ഔദാര്യമല്ല, അതിനുള്ള ഉത്തരവാദിത്വ ബോധം അവർ കാണിച്ചാൽ മതി. അവിടെ വെച്ച് തന്നെ ഇതിന്റെ വലിയ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങും. എനിക്ക് അക്കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് പ്രത്യേക ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളതല്ല. ജനങ്ങളുടെ ഇടയിൽ തന്നെയാണ് അവർ ജീവിക്കുന്നത്. പക്ഷെ അവർ പറഞ്ഞ അഭിപ്രായങ്ങൾ കേൾക്കാൻ, അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതിന്റെ പേരിൽ അവർ നടപടി നേരിടേണ്ടി വരില്ല എന്ന് അവർക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റിയാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴും അതങ്ങനെ പ്രത്യേകിച്ച് ഒരു പാർട്ടി, അത് മനുഷ്യരുടെ ഇടയ്ക്ക് ജീവിക്കുന്ന നേതാക്കന്മാർ തന്നെയാണ് ഇപ്പോഴും ആ പാർട്ടിയെ കൊണ്ടു നടക്കുന്നത് എന്നുള്ള തോന്നലാണ് എനിക്കുള്ളത്. അങ്ങനെ വരുമ്പോഴാണ് ഇത് എവിടെയാണ് ഇതിന്റെ പ്രശ്ന പരിഹാരം കിടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും മനുഷ്യർക്ക് മനസ്സിലാവും, പാർട്ടിക്ക് മനസ്സിലാകേണ്ടതാണ്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ജനങ്ങളുടെ എന്താണ് ചിന്തിക്കുന്നത്, മനുഷ്യർക്ക് എന്താണെന്നുള്ളതൊക്കെ ആളുകൾക്കറിയാം. അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ പാർട്ടിയുടെ ഈ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ മതി എന്നുള്ള തോന്നലാണ് എനിക്കുള്ളത്. റൈറ്റ്. CPM-ന്റെ 5 ദിവസത്തെ തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ ഉയർന്നു വന്ന
വാർത്താസമ്മേളനത്തിൽ അവരുടെ പരാജയത്തിൻ്റെ കാരണങ്ങളായി വിലയിരുത്തിയതും അതിന് പരിഹാരമായി കണ്ട് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുമാണ് മുതിർന്ന ജേർണലിസ്റ്റുകളായ എം ജി രാധാകൃഷ്ണനും കെ ജെ ജേക്കബും സംസാരിച്ചത്. വരുന്ന ഒരു മാസത്തിനകം സംസ്ഥാന സമിതി വീണ്ടും കൂടുമെന്നും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുമെന്നും CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കാത്തിരിക്കാം ഇപ്പോഴുള്ള ക്രൈസിസിനെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചില പരിഹാര നിർദ്ദേശങ്ങളെങ്കിലും CPM-ൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.